ഹായ്, എല്ലാവർക്കും റേമയുടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ ദൈവം എന്താണ് നമ്മളടുത്ത് സംസാരിക്കുന്നത്, അതിനെയാണ് റേമ എന്ന് പറയുന്നത്. അപ്പം നമുക്കിന്ന് എന്താണ് ദൈവം വചനത്തിലൂടെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. 2-3 പേർ ഒരുമിച്ച് അങ്ങേ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സന്നിധിയിൽ അങ്ങുണ്ട് എന്ന വാഗ്ദാനം യേശുവെ അങ്ങിപ്പോൾ നിർവഹിക്കണമേ. ഞങ്ങൾ ഒന്നിച്ച് അങ്ങേ പ്രാർത്ഥനയിൽ പങ്കുകാരാക്കുന്നതിനെ, അങ്ങയോടുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കുകാരാക്കുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സാമീപ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. അമ്മേ മാതാവേ, അമ്മേ തിരുകുമാരൻ്റെ ശരീരമായ വചനത്തെ ഞങ്ങളിലേക്ക് തന്ന് അമ്മ വലിയൊരു തുണയായി ഞങ്ങളുടെ കൂടെ നിൽക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. വചനത്തിൻ്റെ അമ്മേ മറിയമേ, ഞങ്ങളിൽ വചനം നിറയാൻ അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ വചനമായി വന്നു നിറയണമേ. അപ്പോൾ നമുക്ക് വചനം എടുക്കുന്ന വചനം നമുക്ക് ധ്യാനിക്കുകയും ചെയ്യാം. വചനം എടുക്കുന്നത് ഈ ഇംഗ്ലീഷ് വേർഷൻ ബൈബിളിൽ നിന്നാണ്. ഇതിൽ പുതിയ നിയമം മുഴുവനുണ്ട്, സങ്കീർത്തനങ്ങളുണ്ട്, സുഭാഷിതങ്ങളുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ വചനം കണ്ടെത്തിയ വചനം നമ്മൾ POCയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് വായിക്കുന്നത്. അപ്പോൾ നമുക്ക് വചനം എടുക്കാം. റാൻഡോ ആയിട്ട് എവിടെ നിന്നില്ല, അടയാളങ്ങളൊന്നും വെക്കാതെ നമുക്ക് തമ്പുരാൻ എവിടെ നിന്ന് സംസാരിക്കുന്നത് നമുക്ക് വായിക്കാം. അപ്പോൾ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യം. മാർക്കോസ് 14:17. അവർ പെസഹ ഒരുക്കി സന്ധ്യയായപ്പോൾ അവൻ 12 പേര് ഒരുമിച്ച് വന്നു. അതിനുശേഷമുള്ള വാക്യങ്ങൾ വായിക്കാം. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിലൊരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ ദുഃഖിതരായി. അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ കുർബാന സ്ഥാപിച്ച ഒരു സമയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് റേമയായി വരുന്നത്, നമ്മൾ ഒന്നിച്ച് വേണം ദൈവത്തെ അറിയാൻ. നമ്മൾ ഒരുമിച്ച് വേണം ദൈവത്തെ അറിയാൻ. അതായത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒന്നിച്ച് വേണം അറിയാൻ. അപ്പോൾ നമ്മുടെ ഇടയിൽ ആ ഒരു പൂർണ്ണ ഐക്യത്തിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മളിലെ ഒറ്റുകാര്യം ഉണ്ടാവില്ല. അതായത് എല്ലാവരും മാനസികമായിട്ടും പൂർണ്ണ ഹൃദയത്തോടു കൂടിയിട്ട് നമ്മൾ വചനത്തെ പങ്കുവെക്കുമ്പോൾ ആ വചനത്തിൻ്റെ ഭാഗമാക്കാവുന്ന ആളുകളുടെ ഇടയിൽ ഒരാൾ, ഇപ്പോൾ യൂദാസ് പുരോഹിതരുടെ അടുത്ത് പോയി യേശുവിനെ ഒറ്റി കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് ആലോചിച്ച പോലെ ഒന്നും പോകാൻ അപ്പോൾ അവസരം കിട്ടില്ല. അപ്പോൾ നമ്മൾ വീടുകളിലായിരിക്കുന്ന സമയത്ത് ഗൃഹനാഥനോ അല്ലെങ്കിൽ ഗൃഹനാഥയോ അവരൊരുമിച്ച് ആ വീട്ടിലുള്ള എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് യേശുവാകുന്ന വചനത്തെ വിളമ്പുമ്പോൾ അവർ ഒന്നിച്ച് ദൈവത്തിൽ ഒന്നിച്ച് നിൽക്കും. അങ്ങനെ എല്ലാവർക്കും ആവട്ടെ. ആമേൻ.